അതെ, ഞാനൊരു മോട്ടിവേഷണൽ സ്പീക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ സ്പീച്ചോ ആയിട്ടോ ഒന്നും അല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കിംഗ് കേൾക്കുന്ന ഒരാളാണ്. അതേപോലെ നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ചെങ്കിലും അറിയാമായിരിക്കും. എനിക്കധികം ഒരു ഫോളോവേഴ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ അത് കാണുന്നവർക്ക് അറിയായിരിക്കും. എൻ്റെ ഓരോ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ എന്താ പറയുക, ഞാൻ കുട്ടി കുട്ടി കോഡ്സ് ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ ഒരുപാട് സ്പീക്കിംഗ് കേൾക്കുന്ന ആളും കോഡ്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഞാനിപ്പോൾ എന്താ ഈ വീഡിയോയിൽ ശരിക്കും പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമ്മൾ 30+ ഒക്കെ കഴിയുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ 30 കടന്ന് കഴിയുമ്പോഴത്തേക്കും, അതപ്പോൾ ആണായാലും പെണ്ണായാലും, നമ്മൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യങ്ങൾ, കുറേ കാര്യങ്ങളുണ്ട് ലൈഫിൽ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്നറിയോ, നമ്മൾ ചുറ്റുമുണ്ടായിരുന്ന ഒരു വലിയ സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ എണ്ണം ചെറുതായി കുറഞ്ഞു എന്നുള്ളത്. അതായത് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, അവരുടെ എണ്ണം ഒത്തിരി കുറഞ്ഞു എന്ന് നമ്മൾ റിയലൈസ് ചെയ്യും. പിന്നെ നമ്മൾ കുറച്ചെങ്കിലും നോ പറയാൻ പഠിക്കും. എന്നെ സംബന്ധിച്ചോളം എൻ്റെ പേഴ്സണൽ കാര്യം കേട്ടോ അത്. എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ്. എത്ര ഇതാണെങ്കിലും ഞാൻ സഫർ ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ ഒപ്പമുള്ളവർ സഫർ ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ നോ പറയാൻ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഒത്തിരിയൊന്നുമില്ല, കുറച്ചെങ്കിലും. ചിലപ്പോഴൊക്കെ ഒത്തിരി കൈൻഡ് ആവാൻ ശ്രമിക്കും, പക്ഷെ അതൊരിക്കലും നമ്മൾ റിയൽ ആയിട്ടുള്ളൊരു നമ്മളല്ല അല്ലേ. അപ്പം എന്താ പറയുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ളതിന് പ്രയോറിറ്റി കൊടുക്കാം. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു 30+ കഴിയുമ്പോഴത്തേക്കാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം വരുമ്പം നമ്മുടെ കൂടെ സന്തോഷിക്കുന്നതും, അതേപോലെ നമുക്ക് സങ്കടം വരുമ്പം നമ്മുടെ സങ്കടത്തിൽ കൂടെ ചേരുന്നതും ആൾക്കാരുടെ എണ്ണവും വളരെ കുറയും. ഒരു 3, 4, മാക്സിമം ഒരു 5, അത്ര തന്നെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു ഏജാണ് കേട്ടോ ഒരു 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെന്ന് വെച്ചാൽ അതിൻ്റെ മെച്യൂരിറ്റിയുടെ ഒരു ഇതായിരിക്കാം, പക്വതയാകുന്ന, നമ്മൾ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്ന സമയം അതൊക്കെ ആയിരിക്കാം. അതേപോലെ നമ്മുടെ 20കളിൽ നമ്മൾ വിചാരിച്ചിരുന്നൊരു ലൈഫായിരിക്കില്ല ഒരിക്കലും 30 കഴിയുമ്പോഴത്തേക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് അത് മാറും, നമ്മുടെ പ്രയോറിറ്റീസ് മാറും. ഓരോ കാര്യങ്ങൾ ലൈക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമായിരിക്കും ഇതിൻ്റെ ഇടയ്ക്ക്, അല്ലേ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഗിവ് ടൈം ടു യുവർ സെൽഫ്. അല്ലെങ്കിൽ കുറേ വർഷം കഴിഞ്ഞ് നമ്മൾ ഏജ്ഡായിട്ട് ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊന്നും ചെയ്തില്ല എന്നൊരു ചിന്ത വരും. ഞാനത് ശ്രമിക്കുന്നുണ്ട്, നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഹാവ് എ ഗുഡ് ഡേ.